ഈ ദൈവത്തോട് പൊറുക്ക്. നല്ലതേ വരും. എന്റെ സ്ഥാനം ഇനി നിനക്ക്. എന്റെ ദൈവേ, അടുത്ത് വരളയാ. ഒന്ന് എഴുന്നേൽക്കാൻ പോലും പരസഹായം വേണം. പക്ഷേ ആ കൈകളിലെ തൂലിക ചലിച്ചുകൊണ്ടേയിരുന്നു. ഒപ്പം രോഗത്തിന് കീഴടക്കാൻ കഴിയാത്ത മനസ്സും. കഥക്കുള്ളിലും കഥകൾ തീർത്ത് പോരാട്ടം തുടരുകയാണ് ബൽറാം മട്ടന്നൂർ. രോഗശയ്യയിൽ മൂന്നാമത്തെ പുസ്തകവും പുറത്തിറക്കി ബൽറാം മട്ടന്നൂർ. കാശി എന്ന നോവലാണ് പ്രകാശനം ചെയ്തത്. MV ഗോവിന്ദൻ MLA ബൽറാമിന്റെ നാറാത്തെ മിഥിലയിലെത്തി പ്രകാശനം നിർവഹിച്ചു. ബൽറാം മട്ടന്നൂരിന്റെ കാശി എന്ന നോവലിൽ എല്ലാം ത്യജിച്ച് അയാൾ ഒരു യാത്ര പുറപ്പെടുകയാണ്. മടക്കമില്ലാത്ത ആ യാത്ര നൽകുന്ന വായനാനുഭവം MV ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ വിവരിച്ചു. പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന നിലയിലുള്ള, ഒന്നിനെപ്പറ്റിയും വേവലാതിയില്ലാത്ത, ഒന്നിനെപ്പറ്റിയും പ്രത്യേകമായ ചിന്തയാവശ്യമില്ലാത്ത, എവിടേക്ക് പോകണം, എങ്ങോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയുള്ളപ്പോഴും ആ വ്യക്തതയ്ക്ക് ആസൂത്രിതമായ ഒരു കൃത്യതയില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നൊരു ചിത്രമാണ് നമുക്ക് ആ യാത്രയിൽ കാണാനാവുക. ഈ ഏകാന്ത യാത്രയിൽ ആരാണ് കൂട്ട്? അതും യഥാർത്ഥത്തിൽ ഒരു സാങ്കല്പികമായ ഒരു സംവിധാനത്തിലൂടെയാണ് അതിനെയും ഒപ്പം ചേർക്കുന്നത്. പ്രകൃതിയാണ് ഒപ്പം തന്നെ ഉള്ളത്. അതുപോലെ തന്നെ നായ എല്ലാറ്റിൻ്റെയും മുമ്പിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അടയാളപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുന്ന 2-3 കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ മറ്റ് കഥാപാത്രങ്ങളെല്ലാം ചിന്തയിലാണ്. ഒപ്പമുള്ളത് ഈ പ്രകൃതിയാണ്. ഇതിൽ നിന്നിങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ പൂർവ്വകാലത്ത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു രീതി ഈ രചനയുടെ ഭാഗമായിട്ട് കണ്ടത്. ബൽറാം മട്ടന്നൂരിൻ്റെ 15ാമത്തെ പുസ്തകമാണ് കാശി. ആദ്യ നോവലും. 11 മാസം മുമ്പാണ് എഴുത്തു തുടങ്ങിയത്. പൂർത്തിയാക്കാൻ ഏറെ പ്രയാസപ്പെട്ടു എന്ന് ബൽറാം മട്ടന്നൂർ. കാശി എൻ്റെ 15ാമത്തെ പുസ്തകമാണ്. 15ാമത്തത്. ആദ്യത്തെ പുസ്തകം ഒരു ഗ്രാമം, ഒരു ബാലസാഹിത്യ കൃതിയായിരുന്നു. ഇതിപ്പോൾ ഒരു നോവൽ. ഞാൻ ആദ്യമായിട്ട് ഒരു നോവൽ എഴുതുന്നു. ഞാൻ യഥാർത്ഥത്തിൽ എഴുതി തുടങ്ങുന്നത് ഒരു 10-11 മാസം മുമ്പ്. എനിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ് ഇപ്പോഴും, ഒരു 1.5 വർഷമായിട്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നം തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 അധ്യായം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എഴുതാൻ കഴിഞ്ഞേയില്ല. പിന്നെ ഒരു 10 മാസം എടുത്തു വീണ്ടും അത് എഴുതി തുടങ്ങാൻ. പക്ഷേ 10 മാസം എടുത്തെങ്കിലും എഴുതി തുടങ്ങിയെങ്കിലും പിന്നീട് വേഗത്തിൽ എഴുതാൻ പറ്റി. ഒരു 10-15 ദിവസം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയൊരു എഴുത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനിയൊരു എഴുത്തുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്തെങ്കിലും വാശി കൊണ്ടോ മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ധാരണയുണ്ടല്ലോ. അപ്പോൾ അത് പ്രകാരം കാരണം ഇത് തന്നെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു വരിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ക്ഷീണം വെച്ച് കിടന്നു പോകുന്ന പറഞ്ഞില്ലേ. അപ്പോൾ ഇനി ഒരു എഴുത്തുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സിനിമയായിരുന്നു ബൽറാം മട്ടന്നൂരിൻ്റെ മറ്റൊരു ലോകം. കളിയാട്ടം ഉൾപ്പെടെ 4 സിനിമകൾക്ക് തിരക്കഥയൊരുക്കി. ഇനിയും 8 തിരക്കഥകൾ ഉണ്ട്. അത് നല്ല സിനിമയാക്കാൻ ആര് സമീപിച്ചാലും നൽകാൻ തയ്യാർ. ഞാൻ ഇല്ലെങ്കിലും അത് നടക്കണം, കഥാകാരൻ സ്വപ്നം പറഞ്ഞു. തിരക്കഥകൾ വീട്ടിലുണ്ട്. അത് സംവിധാനം ചെയ്യണമെങ്കിൽ ഞാൻ വേണമെന്നില്ലല്ലോ. തിരക്കഥ പറയുമല്ലോ. ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു 8 തിരക്കഥ. അത് ഞാനില്ലെങ്കിലും ആളുകൾ വന്ന് ചോദിച്ചാൽ കൊള്ളാവുന്ന തിരക്കഥ.
മുത്തപ്പൻ ഇഷ്ടദൈവം. മുത്തപ്പനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. ഒരു നോവലായിരുന്നു ആഗ്രഹം. മുത്തപ്പനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കല്പമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചിട്ട് നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പറഞ്ഞ മാതിരി എല്ലാം നിശ്ചലമായ പോലെ അത് നിശ്ചലമായിപ്പോയി. പക്ഷേ എന്നിരുന്നാൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഒരു നോവൽ എഴുതാവുന്ന മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട്. അത് പൂർത്തിയാക്കണം എന്നുള്ളൊരു ആഗ്രഹമോ തോന്നലോ വാശിയോ അല്ലെങ്കിൽ എന്നിലൊരു പുതുതായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ അത്രമാത്രം ക്ഷീണം ബാധിച്ചിട്ടുണ്ട് ശരീരത്തിന്. ഇനിയൊരു എഴുത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ നിറഞ്ഞ മുത്തപ്പൻ നോവലായി എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബൽറാം മട്ടന്നൂരിൻ്റെ എഴുത്തു ജീവിതത്തിന് ഒപ്പം സഞ്ചരിക്കുന്നവർ. കാശിയുടെ പ്രകാശനം നിർവഹിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിച്ചതും എഴുതാനുള്ള പ്രചോദനം നൽകിയാണ്. ഇപ്പോഴും ബൽറാമിന് കുറച്ച് വേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ മറക്കാൻ, അതിനൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ള കഴിവുള്ള ഒന്നാണ് ഈ എഴുത്ത്. അതുകൊണ്ട് ബൽറാം ഇനിയും നന്നായി എഴുതണം. വരുന്ന നോവലുകളും പ്രകാശിപ്പിക്കാൻ സാധിക്കണം. നല്ല ആത്മവിശ്വാസത്തോടെ എന്തിനേയും അതിജീവിക്കാനുള്ള ശേഷിയാണ് അത് നേടിക്കൊണ്ട് ബൽറാമിൻ്റെ അടുത്ത പുസ്തകവും നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്ന, പ്രകാശനം നടത്താൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പൂർണ്ണവിരാമം എന്നതല്ല മനുഷ്യൻ്റെ ജീവിതം. അവിടെ നിന്ന് മുമ്പോട്ടേക്കുള്ള യാത്രയാണ്, കുതിപ്പാണ്. അതിന് തീർച്ചയായും ബൽറാമിന് സാധിക്കും. അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാം ഒരു കലവറ പോലെയുള്ള ശേഷിയുണ്ട്. ബൽറാമിൻ്റെ എഴുത്തിനെ എന്നും പ്രോത്സാഹിപ്പിച്ച് ഒപ്പം ചേർന്ന മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MV ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങിയത് സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയായിരുന്നു. ബൽറാം മട്ടന്നൂരിൻ്റെ എഴുത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. ഓരോ കഥാപാത്രത്തിനും അളന്നു മുറിച്ച ചുവടുകൾ. എഴുത്ത് പ്രാണവായുവാക്കിയ കഥാകാരൻ തൻ്റെ വലയിൽ എന്നും കോരിയെടുത്തത് പച്ചയായ ജീവിതങ്ങളും പ്രകൃതിയെയും ഒക്കെ. സാമൂഹ്യ ജീവിതത്തെ ആകെ ഊറ്റിയെടുക്കുന്ന രാസവിദ്യകളും ചേരുമ്പോൾ ഒഴുക്കോടെയുള്ള വായനാനുഭവം ബൽറാം മട്ടന്നൂരിൻ്റെ ഓരോ പുസ്തകങ്ങളും നൽകി. ബൽറാം മട്ടന്നൂർ ഇന്ന് ക്ഷീണിതനാണ്. പക്ഷേ ശരീരത്തെ മാത്രമാണ് അത് ബാധിച്ചിട്ടുള്ളത്. എഴുതാൻ ഇനിയും ഏറെയുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ് മിഥില വീട്ടിലെത്തിയ ഓരോ ആളുകളും. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ, K പവിത്രൻ, മാധ്യമപ്രവർത്തകൻ KT ശശി, PK ശ്യാമള ടീച്ചർ തുടങ്ങി കാശിയുടെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാം അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നും താങ്ങും തണലുമായി നിഴൽ പോലെ കൂടെയുണ്ട് ഭാര്യ സൗമ്യയും മകൾ ഗായത്രിയും. മടുപ്പിൻ്റെ കയ്പുനീരിലേക്ക് ആ ജീവിതത്തെ ബൽറാം മട്ടന്നൂർ എന്ന പ്രതിഭ ഒരിക്കലും തള്ളിവിടില്ലെന്ന് ഉറപ്പ്. നമുക്ക് കാത്തിരിക്കാം അടുത്ത പുസ്തകത്തിനായി. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.